Hello students, welcome back to Concept Angle Digital classes. The last class we explained conductivity, molar conductivity, equivalent conductivities, etc. In this class we will explain the measurement of conductivity. That means how we'll measure the conductivity of an electrolytic solution. Measurement of conductivity. Conductivity measure ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം let's look how resistance can be measured. അപ്പോൾ ഒരു ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസും കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഫ് ഇറ്റ് ഈസ് എ കണ്ടക്ടർ ലൈക്ക് എ മെറ്റാലിക് കണ്ടക്ടർ, ഒരു സോളിഡ് കണ്ടക്ടർ ആണെങ്കിൽ ഇലക്ട്രോണിക് കണ്ടക്ഷൻ, അതായത് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത് വഴിയുള്ള മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, അവരുടെ റെസിസ്റ്റൻസും കണ്ടക്ടിവിറ്റിയും നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുക? ദാറ്റ് ബൈ യൂസിങ് Wheatstone bridge. നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട് Wheatstone bridge. We are going to use a Wheatstone bridge. അപ്പോൾ നോക്കുക, ഒരു Wheatstone bridge എന്ന് വെച്ചാൽ 4 റെസിസ്റ്റേഴ്സ് 1 2 Okay, this is a Wheatstone bridge. And this is connected to a voltage of electricity. AC voltage apply connect AC connect cheyidittunde. Here a detector is used, and suppose this is resistance R1, suppose this is resistance R2, suppose this is resistance R3, and suppose this is resistance R4, and suppose this is an unknown resistance. Any of this is unknown, and all other, the rest of the 3 are known resistance. അങ്ങനെയാണെങ്കിൽ from Wheatstone bridge we can write from Wheatstone bridge. ഇതിൻ്റെ ഡെറിവേഷൻ ഒക്കെ നിങ്ങൾ ഫിസിക്സിലാണ് പഠിക്കുന്നത്, നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്കത് ജസ്റ്റ് യൂസ് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. ഫ്രം Wheatstone bridge ഈ സൈഡിലുള്ളത് R1 by R2 ഈസ് ഈക്വൽ ടു ഈ ഭാഗത്തുള്ളത് R3 by R4 ആണ്. അങ്ങനെയാണെങ്കിൽ therefore unknown resistance R1 is equal to R2 R3 by R4 ആണ്. R2 R3 by R4. It's a very simple technique to measure an unknown resistance by connecting it to a 3 other resistance, and this whole setup is called Wheatstone bridge, that is connected to an AC source of voltage. Here a detector is used. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ അൺനോൺ റെസിസ്റ്റൻസ് കിട്ടിയാൽ പിന്നീട് കാൽക്കുലേഷനാണ് ഹൗ വിൽ ഫൈൻഡ് ഔട്ട് ദ കണ്ടക്ടിവിറ്റി എന്നുള്ളത്. ഓക്കെ, കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് അവിടെ നമുക്ക് ജസ്റ്റ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ മാത്രമാണ്, അത് നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിൽ നോക്കാം. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം അതല്ല. ഹിയർ ഈസ് എ പ്രോബ്ലം ദാറ്റ് ഹൗ വി ക്യാൻ കണക്ട് എ സൊല്യൂഷൻ ടു എ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലേക്ക് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണക്ട് ചെയ്യുക? മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ നമ്മൾ ഇവിടെ AC സോഴ്സ് ഓഫ് വോൾട്ടേജ് എടുക്കുമ്പോൾ അവിടെ ഇതിൻ്റെ കോമ്പോസിഷൻ മാറിക്കൊണ്ടിരിക്കും. DC സോഴ്സ് ഓഫ് വോൾട്ടേജ് എടുക്കുമ്പോൾ DC സോഴ്സിലേക്കാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു സൊല്യൂഷനാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് DC കറണ്ട് യൂസ് ചെയ്യാൻ പാടില്ല, AC കറണ്ട് മാത്രമേ സൊല്യൂഷൻ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്. അതായത് ഒരു പോയിന്റ് എന്താണ്, ഓൺലി AC ഈസ് യൂസ്ഡ്. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ, അതായത് DC യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ഡികമ്പോസിഷന് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സൊല്യൂഷനെ നമ്മളെങ്ങനെ കണക്ട് ചെയ്യും? ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ഗ്ലാസ് ട്യൂബ്. ഹിയർ ഇസ് എൻ ഇലക്ട്രോഡ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു, ഇവിടെ ഇതിന് കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ട്. അത് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കണക്റ്റിംഗ് വയേഴ്സ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഏത് ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റിയാണോ മെഷർ ചെയ്യേണ്ടത് ആ ഇലക്ട്രോലൈറ്റ് എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ KCl എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഇലക്ട്രോഡിൻ്റെ ഇടയിലുള്ള സ്പേസിലാണ് അതിനെ എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ റിയൽ പിക്ചർ കാണിച്ചു തരാം. ആൻഡ് ദാറ്റ് ലെങ്ത് ഈസ് ടേക്കൺ ആസ് L, ആൻഡ് ദ ഏരിയ ഈസ് ടേക്കൺ ആസ് area A, that is area of cross section. A is taken as area of cross section in which the liquid is enclosed in. This is called conductivity cell. This setup is called conductivity cell.
അപ്പോൾ വി ഹാവ് എ കണ്ടക്ടിവിറ്റി സെൽ ഓഫ് ലെങ്ത് എൽ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഇതിപ്പോൾ നിങ്ങൾ ഏത് ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ഇതിനകത്ത് നിങ്ങളിപ്പോൾ KCl എടുത്തിട്ടുണ്ട്, NaCl എടുത്താലും ആ ഏരിയയിലും ആ ലെങ്ത്തിലും തന്നെയാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ KCl ഏത് കോൺസെൻട്രേഷനിൽ എടുത്തു കഴിഞ്ഞാലും ആ എല്ലും ആ എയും തന്നെയാണ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ 0.1 മോളാർ എടുത്താലും 1 മോളാർ എടുത്താലും എന്ന് വെച്ചാൽ L/A എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആണ്. L/A. Okay, length by area of cross section is always a constant that is represented by a symbol G star. And G star is called cell constant. കാരണം ആ സെല്ലിന് അതൊരു കോൺസ്റ്റൻ്റ് ആണ്, സെൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ G star is cell constant that is L/A. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് നമുക്കിനി ഇയാളങ്ങോട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഞാൻ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ ആദ്യം അവിടെ പരിചയപ്പെടുത്തി വെച്ചു എന്നേ ഉള്ളൂ. We are using a conductivity cell to connect it to a circuit of Wheatstone bridge. Conductivity cell is a glass vessel of length L in which 2 electrodes are placed and the electrolyte is enclosed between these 2 electrodes in a length of L and area of cross section of A. And you just say about the cell constant G star is equal to L/A. എന്നിട്ട് ഈ സർക്യൂട്ട് നമ്മളിപ്പോൾ സെല്ലിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാറില്ലേ, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക. കപ്പാസിറ്ററിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട് അല്ലേ. അതേപോലെ കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സർക്കിൾ. ഓക്കെ, ദെൻ 2 equal lines that represents the 2 electrodes and the 2 connecting wires. This is the symbol of conductivity cell. മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ സിമ്പിളാണിത്. ആൻഡ് യു ജസ്റ്റ് ഹാവ് എ ലുക്ക് ഹിയർ. കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ 2 ടൈപ്പാണിത്. ഓക്കെ, ഇവിടെ നോക്കുക. ദിസ് ഈസ് എ ഗ്ലാസ് വെസൽ. ഇവിടെ platinum electrodes, platinized platinum electrode. These are connecting wires and this is the electrolyte. For example, this is KCl that is enclosed in a distance L and area of cross section A. And the cell constant G star is equal to L/A. And the symbol for this conductivity cell, this is called conductivity. 2 form ആണ്, ഒന്ന് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള, ഒന്ന് വെർട്ടിക്കൽ ആയിട്ടുള്ളത്. This is a common one. Symbol is 2 lines. It can be represented like this. Okay, clear? അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ക്ലിയർ? Okay, so here is a Wheatstone bridge ഉണ്ട്. ഇവിടെ R2 ആണ് കൊടുത്തത്. R2 is unknown resistance, എങ്ങനെയും കൊടുക്കാം. ഇനി ഈ സിമ്പൽ R1 R2 എന്നോ, ദിസ് ഈസ് R1 R2 R3 R4 എന്നാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് കണ്ടക്ടിവിറ്റി സെല്ല് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്ക് അതിൻ്റെ സിമ്പൽ. നേരത്തെ നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വരച്ചപ്പോൾ അവിടെ നമ്മൾ റെസിസ്റ്ററാണ് വരച്ചിരുന്നത്. അതിന് പകരം ഇവിടെ കണ്ടക്ടിവിറ്റി സെല്ല്, ഇവിടെ റെസിസ്റ്റർ R1, പിന്നെ ഇവിടെ ഇത് R1, ഇത് R2, ഇത് R3, ഇത് R4. അങ്ങനെയാണെങ്കിൽ ഫ്രം വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, ഇതാണ് ഡെറിവേഷൻ, ഫ്രം വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്താ, R2/R4 is equal to R1/R3. Therefore, unknown resistance ഏതാ, R2 is equal to R1/R4 divided by R3. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഇത് R1 R2 R3 എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഏതാണോ അൺനോൺ അതിനനുസരിച്ച് ഈ സൈഡിലുള്ളത് this divided by this is equal to this divided by this. That is Wheatstone bridge. Okay, so R2 unknown resistance R2 is equal to R1 R4 divided by R3 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്ത് ബാക്കി കാൽക്കുലേഷനേ ഉള്ളൂ. അപ്പോൾ കണ്ടക്ടിവിറ്റി സെല്ല് കൺസ്ട്രക്ട് ചെയ്തു. ദാറ്റ് കണ്ടക്ടിവിറ്റി സെൽ ഈസ് കണക്റ്റഡ് ഹിയർ
and the unknown resistance. This is the P is the detector. Okay, detector use ചെയ്തിട്ട് എന്ത് ചെയ്തു ഇതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഓക്കെ, ബാക്കി കാൽക്കുലേഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയ അൺനോൺ റെസിസ്റ്റൻസ് അവിടെ R2 R3 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, കാരണം കൂടുതൽ റെസിസ്റ്റൻസുകൾ ഉള്ളതുകൊണ്ട്. സോ സപ്പോസ് ദ അൺനോൺ റെസിസ്റ്റൻസ് കിട്ടിയ R2 എന്ന് പറയുന്നതിന് നമുക്ക് എന്തെടുക്കാം, അൺനോൺ റെസിസ്റ്റൻസ് ലെറ്റ് അൺനോൺ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു R. അവിടെ നിന്ന് കിട്ടിയ റെസിസ്റ്റൻസ് R അങ്ങനെ എടുത്തു. പിന്നെ R1 R2 എന്നൊന്നും വേണ്ട. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ A. Okay, therefore L by A is equal to R into 1 by rho. അല്ലേ, R by rho. That's equal to R into 1 by rho. What is 1 by rho? 1 by rho is 1 by resistivity is conductivity. R into kappa അല്ലെങ്കിൽ kappa into R. L by A എന്താ, G star ആണ്, G star. അപ്പോൾ നമ്മളൊരു കണ്ടക്ടിവിറ്റി സെൽ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു കണ്ടക്ടിവിറ്റി സെൽ അവിടെ കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ ഇലക്ട്രോലൈറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു ലെങ്ത് L ഉണ്ട്, അവിടെ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് നിങ്ങൾ ഏത് ഇലക്ട്രോലൈറ്റ് ഏത് കോൺസെൻട്രേഷനിൽ എടുത്താലും G സ്റ്റാർ എന്ന് പറയുന്ന L ബൈ A എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് G സ്റ്റാർ നിങ്ങൾക്ക് എവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, കണ്ടക്ടിവിറ്റി സെല്ലിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് R കിട്ടിയാൽ വാട്ട് ഈസ് കണ്ടക്ടിവിറ്റി, therefore കണ്ടക്ടിവിറ്റി കാപ്പ ഇസ് ഈക്വൽ ടു, നമ്മൾ കണ്ടക്ടിവിറ്റി അല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ നിന്ന് കിട്ടി, കണ്ടക്ടിവിറ്റി കാപ്പ ഇസ് ഈക്വൽ ടു G സ്റ്റാർ ബൈ R. G സ്റ്റാർ എവിടെ നിന്ന് കിട്ടും, കണ്ടക്ടിവിറ്റി സെല്ലിൽ നിന്ന് കിട്ടും, ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കിട്ടിയാൽ മതി. സോ റെസിസ്റ്റൻസ് നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ നിന്ന് കിട്ടി. സോ കാപ്പ കണ്ടക്ടിവിറ്റി കാപ്പ ഇസ് ഈക്വൽ ടു G സ്റ്റാർ ബൈ R. ദിസ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാനുണ്ട്. ഇത് നിങ്ങളെ NCERTയിൽ ഒരു പ്രോബ്ലമാണ്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടിവിറ്റി സെൽ ഫിൽഡ് വിത്ത് 0.1 മോൾ പെർ ലിറ്റർ KCl സൊല്യൂഷൻ ഈസ് 100 ohm. KCl ആണ്, എൻ്റെ കോൺസെൻട്രേഷൻ 0.1 മോൾ പെർ ലിറ്റർ ആണ്. ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സെയിം സെൽ വെൻ ഫിൽഡ് വിത്ത് 0.02 മോൾ പെർ ലിറ്റർ KCl സൊല്യൂഷൻ ഈസ് 520 ohm. ഓക്കെ, KCl തന്നെയാണ്. Calculate the conductivity and molar conductivity of 0.02 mol per liter of KCl. കാണേണ്ടത് എന്തൊക്കെയാ, കണ്ടക്ടിവിറ്റി കാപ്പ ഓഫ് 0.02 മോളാർ KCl-ൻ്റെത് കാണണം, 0.02 മോളാർ KCl. ഓക്കെ, അതേപോലെ മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഓഫ് 0.02 മോളാർ KCl സൊല്യൂഷൻ്റെത് കാണണം. ഓക്കെ, ആൻഡ് ദ കണ്ടക്ടിവിറ്റി അവിടെ എന്തൊക്കെയാണ് ഗിവൺ ആയിട്ടുള്ളത്, ലാസ്റ്റ് ഒരു ഇൻഫോ ദ കണ്ടക്ടിവിറ്റി ഓഫ് 0.1 മോളാർ KCl സൊല്യൂഷൻ കാപ്പ ഓഫ് 0.1 മോളാർ KCl ഈസ് ഈക്വൽ ടു 1.29 സീമൻസ് മീറ്റർ ഇൻവേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നത് റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടിവിറ്റി സെൽ ഫിൽഡ് വിത്ത് 0.1 മോൾ പെർ ലിറ്റർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് R ഓഫ് എത്രയാ, 0.1 മോളാർ KCl ഈസ് ഈക്വൽ ടു എത്രയാ, 100 ohm. ഓക്കെ, പിന്നെ അവിടെ തന്നത് എന്താ, ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സെയിം സെൽ വെൻ ഫിൽഡ് വിത്ത് 0.02 റെസിസ്റ്റൻസ് ഓഫ് 0.02 മോളാർ KCl ഈസ് ഈക്വൽ ടു 520 ohm എന്നും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് ഗിവൺ തിങ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ഒരാളുടെ കാപ്പ തന്നിട്ടുണ്ട്, കാപ്പ 2 പേരുടെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഒരാളുടേതാണ്, 0.1 മോളാറിൻ്റെതാണ്, 0.1 മോളാർ. ഇതാളുടേതാണ് 0.02 മോളാറിൻ്റെതാണ്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് 0.02ൻ്റെതാണ്. ഇതിൻ്റെ കാപ്പ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാപ്പയും കണ്ടുപിടിക്കുക, ഇതിൻ്റെ ലാംഡാമവും കണ്ടുപിടിക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലാംഡാമവും കണ്ടുപിടിക്കാം. വി നോ kappa is equal to cell constant by resistance, G star by R, cell constant by resistance. അപ്പോൾ നമുക്കിവിടെ therefore G star is equal to kappa into R, G star is equal to kappa into R. അപ്പോൾ നമുക്കിവിടെ കാപ്പ പറയുന്നത് ഏതാ, 1.29 സീമൻസ് മീറ്റർ ഇൻവേഴ്സ്, ദാറ്റ്സ് ഈക്വൽ ടു 1.29 സീമൻസ് മീറ്റർ ഇൻവേഴ്സ് ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാ, അതേ സൊല്യൂഷൻ്റെ ഇത് 0.1 ആകുമ്പോൾ ഇതും 0.1. ഓക്കെ,
100 ohm. Okay. അപ്പോൾ ഓമും ഇത് സീമൻസ് എന്ന് വെച്ചാൽ ഓം ഇൻവേഴ്സ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 129 meter inverse. Kappa is equal to 129, sorry, G star is equal to 129 meter inverse. അപ്പോൾ നമുക്ക് സെൽ കോൺസ്റ്റന്റ് കിട്ടി. ഇനി സെൽ കോൺസ്റ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടിവിറ്റിയാണ് കാണേണ്ടത്. ദിസ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് വാട്ട്? ദിസ് ഈസ് ദ കണ്ടക്ടിവിറ്റി, നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന കണ്ടക്ടിവിറ്റി ആരുടേതാണ്? ദറ്റ് ഈസ് 0.1 മോളാറിൻ്റെതാണ്. ഓക്കെ. ഇനി നമുക്ക് കണ്ടക്ടിവിറ്റി ഓഫ് ആരുടേതാണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് വൺ 0.02 molar KCl is equal to, conductivity is equal to G star by R. G star by R. G star എത്രയാണ്? G star ആ സെല്ലിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അത് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു G star is equal to എത്രയാണ്? 129 meter inverse, യൂണിറ്റ് നോക്കണം, മീറ്റർ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഏതിൻ്റെ? 0.02 ആണ്. ദാറ്റ് ഈസ് 520 ohm. ഓക്കെ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും, അതാണ് കാപ്പ. അപ്പോൾ ആദ്യത്തേത് ആൻസറായി. ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്താൽ നിങ്ങൾക്ക് 0.248 ഓം ഇൻവേഴ്സ് ആവും. അപ്പോൾ അതായത് സീമൻസ് മീറ്റർ ഇൻവേഴ്സ്. നമുക്ക് സെൻറ്റിമീറ്ററിലും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. 0.248 സീമൻസ് മീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. നമുക്കിവിടെ നെക്സ്റ്റ് ബോർഡ് എടുക്കാം. ദാറ്റ് ഈസ് ഇനി നമുക്ക് അവിടെ എന്താ ചെയ്യാനുള്ളത്? ചെയ്യാൻ ബാക്കിയുള്ളത് നോക്കുക. നമ്മൾ ചെയ്തെടുത്തോളം ഇത്രയാണ്. കാപ്പ കണ്ടുപിടിച്ചു, സോറി ജി സ്റ്റാർ കണ്ടുപിടിച്ചു. ദ ഫസ്റ്റ് വൺ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ജി സ്റ്റാർ ആണ്. പിന്നീട് കാപ്പ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്താ? ലാംഡ എം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മീറ്ററിലാണ്, യൂണിറ്റിലാണ് നമ്മൾ ചെയ്തത്. സെൻറ്റിമീറ്ററിൽ ചെയ്യാം. അപ്പോൾ ലാംഡ എം ഇസ് ഇക്വൽ ടു മീറ്ററിലാവുമ്പോൾ എന്താ വരിക? കാപ്പ ബൈ മൊളാരിറ്റി ഇൻറ്റു 1000 ആണ് വരിക. ഇൻറ്റു 1000 താഴെയാണ്. അപ്പോൾ നമുക്ക് കാപ്പ എത്ര കിട്ടി? കാപ്പ കിട്ടിയത് 0.02നെ 0.248 ആണ്. 0.248 ദാറ്റ്സ് ഈക്വൽ ടു 0.248 ഡിവൈഡഡ് ബൈ 0.02 ഇൻറ്റു 1000 അത്രയും സീമൻസ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ് വരിക. സീമൻസ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഓക്കെ. അപ്പോൾ 0.248 ഡിവൈഡഡ് ബൈ 0.02. അപ്പോൾ ഇതിന് നമുക്ക് 248 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁻² ഇൻറ്റു 10⁻³ 1000 ഈസ് 10⁻³. അപ്പോൾ അത് കട്ട് ചെയ്ത് പോയാൽ ഇവിടെ 10 വരും. പിന്നെ 248 ഡിവൈഡഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 124. ഈ 10 മേലേക്ക് പോയാൽ ഇൻറ്റു 10⁻⁻⁴ സീമൻസ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്ന് കിട്ടും. സീമൻസ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇനി ഇതിനെ നിങ്ങൾക്ക് സെൻറ്റിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഒരു മീറ്റർ സ്ക്വയർ എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് നോക്കിയാൽ മതി. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 10⁻² സെൻറ്റിമീറ്റർ. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 10⁻⁴ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് 124 ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു 10⁻⁴. അപ്പോൾ എന്താ വരിക? 124 സീമൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ. ഞാൻ ആ 10⁻⁴ ഈ 10⁻⁻⁴ എന്തെയും കട്ട് ചെയ്ത് പോകും. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ഇക്വേഷൻ വെച്ച് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ മാറ്റേണ്ടി വരും. ഒന്നെങ്കിൽ മീറ്റർ സ്ക്വയറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പിന്നീട് കൺവേർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ കാപ്പ ബൈ എം ഇൻറ്റു 1000 മേലെ പോവാം. ലാംഡ എം ഇസ് ഈക്വൽ ടു കാപ്പ ബൈ എം ഇൻറ്റു 1000. പക്ഷേ നമ്മളിവിടെ ഇത് മീറ്ററിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് കാപ്പനെ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ കിട്ടിയത് എന്തിലേക്ക് മാറ്റണം? മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. നമുക്ക് എന്താ കിട്ടിയിരുന്നത്? കാപ്പ ഇസ് ഈക്വൽ ടു 0.248 സീമൻസ് മീറ്റർ ഇൻവേഴ്സ് ആണ് കിട്ടിയത്. 0.248 സീമൻസ് മീറ്റർ ഇൻവേഴ്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് അറിയാം 1 മീറ്റർ ഇസ് ഈക്വൽ ടു 10⁻² സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 മീറ്റർ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 10⁻² സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഓക്കെ. സെൻറ്റിമീറ്റർ മീറ്റർ ഇൻവേഴ്സ്. ഓക്കെ. ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരിക? 0.248 ഇൻറ്റു 10⁻² സീമൻസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. സീമൻസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, അതാണ് കാപ്പ. സോ ദാറ്റ്സ് ഈക്വൽ ടു 0.248 ഇൻറ്റു 10⁻² ഡിവൈഡ് ബൈ 0.02 ഇൻറ്റു 10⁻³ 1000നെ ഞാൻ 10⁻³ എന്ന് എഴുതി. ദാറ്റ്സ് ഈക്വൽ ടു അവിടെ 0.248 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 വരും. അപ്പോൾ 10 കട്ട് ചെയ്ത് പോയി.
2 into 10 raised to 10 raised to minus 2 വരും. 2 into 10 raised to minus 2. 2 into 10 raised to minus 2. അപ്പോൾ അവിടെ ഈ 10 അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇത് അവിടെ കയറിയാൽ 10 raised to 3 വരും. അപ്പോൾ എന്താ വരിക? ദാറ്റ്സ് ഈക്വൽ ടു 0.248 into 10 raised, that is 248. 248 divided by 2. That's equal to 124 Siemens centimeter square mole inverse. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ യൂണിറ്റ് കൺവേർട്ട് ചെയ്തപ്പോഴും കിട്ടിയത്. 10 raised to minus 4 10 raised to 4 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇൻ എനി മെത്തേഡ് യു ക്യാൻ കാൽക്കുലേറ്റ് whether the option is given in which unit. സെൻറ്റിമീറ്ററിലാണോ, സെൻറ്റിമീറ്റർ സ്ക്വയറിലാണോ, മീറ്റർ സ്ക്വയറിലാണോ നോക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്താലും മതി. യൂഷ്വൽ കൺവേർഷൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഈസ് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് ഇക്വാലന്റ് കണ്ടക്ടിവിറ്റി വിത്ത് ഡൈല്യൂഷൻ. Conductivity is kappa. Conductivity is kappa. Okay. Molar conductivity is lambda m and equivalent conductivity is lambda equivalent. ഈ മൂന്നെണ്ണത്തിൻ്റെയും വേരിയേഷൻ അതൊക്കെ കാപ്പ, ലാംഡ എം, ലാംഡ ഇക്വലൻ്റ് എൻ സി ആർ ടിയിലില്ല. ഇത് വിത്ത് ഡൈല്യൂഷൻ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. വിത്ത് ഡൈല്യൂഷൻ വേരിയേഷൻ. ഡൈല്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? കൂടുതൽ സോൾവെൻ്റ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബീക്കർ, ആ ബീക്കറിനകത്ത് ഒരു 1 മോളാർ സൊല്യൂട്ട് ഉണ്ട്. 1 മോളാർ, മൊളാരിറ്റി 1 ആണ് അതിനകത്ത്. അപ്പോൾ എന്തായാലും ഒബിയസ്ലി അവിടെ സോൾവെൻ്റ് ഉണ്ട്, സൊല്യൂട്ടും ഉണ്ട്. സൊല്യൂട്ട് ഫോർ എക്സാമ്പിൾ NaCl ആണെന്ന് വിചാരിച്ചോ, NaCl സൊല്യൂട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മോള് NaCl, 1 മോൾ NaCl 1 ലിറ്റർ സൊല്യൂഷനകത്തുണ്ട്. ഓക്കെ, ഇതിനകത്തേക്ക് ഇനി അപ്പോൾ ഇതിൻ്റെ മൊളാരിറ്റി ഈസ് ഇക്വൽ ടു 1 മോളാർ. ഇതിനകത്തേക്ക് ഞാൻ 1 ലിറ്റർ വാട്ടർ കൂടി ആഡ് ചെയ്യണം. അതാണ് ഡൈല്യൂഷൻ. ഡിക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഈസ് ഡൈല്യൂഷൻ. അപ്പോൾ എന്തായി? അവിടെ 1 മോൾ തന്നെയാണ് അവിടെ ഉള്ളത്, ബൈ 2 ലിറ്റർ ആയി. 2 ലിറ്റർ 1 മോൾ ബൈ 2 ലിറ്റർ ദാറ്റ്സ് ഇക്വൽ ടു 0.5 മോളാറായി. മൊളാരിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, അപ്പോൾ ഇവിടെ 0.5 മോളാർ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ 0.5 ഡിവൈഡഡ് ബൈ 1 ലിറ്റർ. അപ്പോൾ നേരത്തെ 1 ലിറ്ററിൽ 1 മോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 ലിറ്ററിൽ 0.5 മോളേ ഉള്ളൂ. നമ്മളൊരു യൂണിറ്റ് വോള്യമായിട്ട് 1 ലിറ്ററിന് എടുക്കുക. അപ്പോൾ ആ 1 ലിറ്ററിൽ നേരത്തെ 1 മോൾ ഉണ്ടായിരുന്നു. ശരിക്കും മോൾ കുറയുന്നില്ല, ബട്ട് എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് കുറയുന്നുണ്ട്. കാരണം എന്താ? അവിടെ വോള്യം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ലിറ്ററിൽ 1 മോളായി എന്ന് വെച്ചാൽ 1 ലിറ്ററിൽ 0.5 മോളായി. അപ്പോൾ ഈ ഇലക്ട്രോലിറ്റിക് സൊല്യൂഷനിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ, ഒരു ഇലക്ട്രിക് ചാർജ് ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അത് കണ്ടക്ട് ചെയ്യാനുള്ള കാരണം ഇവിടെയുള്ള Na+ അയോൺസും Cl- അയോൺസും ആണ്. അതിനെയാണ് അയോണിക് കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ അതിൽ കൂടെ കറണ്ട് ക്യാരിയിങ് അയോൺസ് ആണ് അവർ. അപ്പോൾ ദ നമ്പർ ഓഫ് കറണ്ട് ക്യാരിയിങ് അയോൺസ് പെർ യൂണിറ്റ് വോള്യം 1 ലിറ്ററിലേക്ക് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വോള്യത്തിലേക്ക് ഉള്ള നമ്പർ ഓഫ് കറണ്ട് ക്യാരിയിങ് അയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. നമ്മളിവിടുത്തെ ഒരു 1 ലിറ്റർ സൊല്യൂഷൻ എടുത്താൽ നേരത്തെ അത്രയും നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഫസ്റ്റ് വൺ, കണ്ടക്ടിവിറ്റി കാപ്പ ഡിക്രീസസ് വിത്ത് ഡൈല്യൂഷൻ, decreases with decrease in concentration. Okay, so the conductivity decreases with dilution due to the decrease in number of current carrying ions per unit volume. അപ്പോൾ ആദ്യത്തെ നമ്മൾ കൺഫേം ചെയ്തു, കാപ്പ decreases whether it is strong or weak electrolyte. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിക്കോട്ടെ, വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിക്കോട്ടെ, കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. കാരണം നമ്പർ ഓഫ് കറണ്ട് ക്യാരിയിങ് അയോൺസ് ഡിക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു മോളാർ കണ്ടക്ടിവിറ്റി? മോളാർ കണ്ടക്ടിവിറ്റി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴാണെങ്കിലും എടുക്കുന്നത് ഒരു V വോള്യത്തിലുള്ള 1 മോൾ ഓഫ് സൊല്യൂട്ടാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോണുകൾ ഉണ്ടാക്കുന്ന കണ്ടക്ടിവിറ്റിയാണ് മോളാർ കണ്ടക്ടിവിറ്റി. ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻ V വോള്യം ഓഫ് സൊല്യൂഷനാണ്, ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഞാനത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ലാംഡ എം ഇസ് ഇക്വൽ ടു ഇക്വേഷൻ വെച്ച് പറയാം, കാപ്പ ബൈ സി ആണ്. അല്ലെങ്കിൽ ലാംഡ എം ഇസ് ഇക്വൽ ടു കാപ്പ ബൈ എം ആണ്. ലാംഡ എം ഇസ് ഇക്വൽ ടു 1/m ഈസ് വോള്യം, കാപ്പ ഇൻറ്റു വോള്യമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഡൈല്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ വോള്യം ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ വോള്യം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താവും? മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഒന്നുകൂടി വിശദീകരിച്ച് പറയാം. ലാംഡ എം
increases with dilution എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. Because lambda m is directly proportional to volume. Volume ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റത്തത് ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ആണ് എടുത്തത്. 1 മോളിൻ്റെതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1 മോൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ അല്ല, ഒരു 1 മോൾ NaCl എടുത്തു എന്ന് വിചാരിക്കുക. അതിൽ നിന്നും ഉണ്ടായതാണ് Na++Cl-. അപ്പോൾ ഇവിടെ 1 മോളിൽ നിന്നും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 2 മോൾ ഉണ്ടായിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഇനി കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് നിൽക്കാത്ത കേസ്, അതാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഫോർ എക്സാമ്പിൾ CH3COOH gives CH3COO- ഓൺലി 5% ഡിസോസിയേറ്റ് ചെയ്ത് നിൽക്കുക. നമ്മൾ എന്തായാലും 1 മോളെ എടുക്കൂ, അതാണ് മോളാർ കണ്ടക്ടിവിറ്റി. ഓക്കെ, ആ സമയത്ത് ഇവിടെ 1 മോൾ ഉണ്ടായിട്ടില്ല, കാരണം ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഇവർക്ക് കൂടുതൽ സ്പേസ് കിട്ടുകയാണ്. കൂടുതൽ വാട്ടർ മോളിക്യൂൾ ഇവരെ സോൾവേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? കൂടുതൽ ഡിസോസിയേഷൻ നടക്കും. സോൾവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഒരു സൊല്യൂട്ട് പാർട്ടിക്കിളിനെ സോൾവെന്റ് കവർ ചെയ്യാണ്. മറ്റേ സൊല്യൂട്ട് പാർട്ടിക്കിളിനെ സോൾവെന്റ് കവർ ചെയ്യാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊല്യൂട്ടിനെ സോൾവെന്റ് കവർ ചെയ്യുക, ദാറ്റ് ഈസ് സോൾവേഷൻ, ഹൈഡ്രേഷൻ. അപ്പോൾ കൂടുതൽ സോൾവേഷൻ നടക്കുമ്പോൾ കൂടുതൽ ഡിസോസിയേഷൻ നടക്കും. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഡിസോസിയേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം അവർക്ക് കൂടുതൽ സ്പേസ് അവൈലബിൾ ആണ്. അതായത് വിത്ത് ഡൈല്യൂഷൻ, ഇപ്പോൾ ഈവൻ എ സ്ട്രോങ് ആസിഡ് H2SO4 പോലും അതിൻ്റെ അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നത് അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ്. HCl ഒരു ഗ്യാസാണ്. ആ HCl ഗ്യാസിൽ അതിന് അസിഡിക് ക്യാരക്ടർ ഇല്ല. HCl ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നാ പറയുക. ആ ഹൈഡ്രജൻ ക്ലോറൈഡ് നമ്മളുടെ ദേഹത്ത് തട്ടിയാൽ നമുക്ക് ബേൺ ഉണ്ടാവില്ല, പൊള്ളലുണ്ടാവില്ല. പക്ഷെ ഇവിടെ കുറച്ച് നനവുണ്ടെങ്കിൽ നമുക്ക് ബേൺ ആവും. കാരണം എന്താ? ആ സമയത്ത് ആ HCl ഗ്യാസ് എന്തായിട്ട് മാറും? H++Cl- ആവും. ഡിസോസിയേറ്റ് ചെയ്യും. H+ അയോൺ ഉണ്ടാവും. H+ അയോണിന് കൊടുക്കുന്ന ആൾ അസിഡിക്. അപ്പോൾ അസിഡിക് ക്യാരക്ടർ കാണിക്കും, അവിടെ ബേൺ ആവും. അപ്പോഴാണ് അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഇത് HCl അക്വസ് എന്ന്. അപ്പോൾ അവിടെ H+ അക്വസും Cl- അക്വസും ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ എടുക്കുന്ന 1 മോൾ, അതിൽ നിന്നും ഉണ്ടായത് <1 മോളാണ്. 5% മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? 1 മോളിൻ്റെ 5% അല്ലെങ്കിൽ 10% മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും? ഇവരെ ഈ H+നെ വാട്ടർ കവർ ചെയ്യുന്നത് പോലെ, ഈ Cl- വാട്ടർ കവർ ചെയ്യുന്നത് പോലെ ഈ അസറ്റേറ്റിനെയും H+നെയും വാട്ടർ കവർ ചെയ്യും. അതാണ് സോൾവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സോൾവേഷൻ. അപ്പോൾ കൂടുതൽ സോൾവേറ്റഡ് ആവുമ്പോൾ കൂടുതൽ ഡിസോസിയേഷൻ നടക്കും. കൂടുതൽ ഡിസോസിയേഷൻ ഉണ്ടാകുമ്പോൾ കൂടുതൽ അയോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ അയോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ദ കണ്ടക്ടിവിറ്റി വിൽ കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി ഷുഡ് ഇൻക്രീസ്. അത് ഞാൻ അവിടെ ഇക്വേഷൻ വെച്ചും പറഞ്ഞിട്ടുണ്ട്. λm ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. സോ വോളിയം കൂടുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് the reason is due to the increase in degree of dissociation. Due to the increase in degree of dissociation alpha with dilution. Dilution എന്ന് വെച്ചാൽ decrease in concentration ആണ്. So for weak electrolytes, due to the increase in degree of dissociation with dilution, the conductivity, molar conductivity increases. Molar λm എന്താ? increases. അപ്പോൾ നമുക്ക് രണ്ടാമതൊരു കേസ് ഉണ്ട്. ദാറ്റ് ഈസ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ ഫോർ എക്സാമ്പിൾ HCl അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ആണ്. H++Cl-. ഇനി ഇതിനെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചൊരു എന്ത് ചെയ്യാനൊന്നുമില്ല, ഡിസോസിയേഷൻ കൂടാനൊന്നുമില്ല. പക്ഷേ എന്നാലും ഇവിടെ λm ഇൻക്രീസ് തന്നെയാണ്. λm ഇൻക്രീസസ് ആണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഇവരെന്താണ് 100%, സപ്പോസ് നിയർലി 100% അല്ല, 100%നേക്കാൾ കുറച്ച് കുറവാണെങ്കിൽ അത് 100%ലേക്ക് വരും. പെർസെൻറ്റേജ് ഓഫ് ആൽഫ ഈസ് 100%. ഓക്കെ, ആൽഫ ഈസ് ഇക്വൽ ടു 1 ആണ്. ആൽഫ ഈസ് ഇക്വൽ ടു 1, പെർസെൻറ്റേജ് ഓഫ് ആൽഫ ഈസ് 100%. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ആൽഫ 1 ആണ്. പക്ഷേ അപ്പോൾ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം
ഇവർക്ക് കൂടുതൽ സ്പേസ് അവൈലബിൾ ആണ്, വലിയൊരു ലാർജർ ഗ്രൗണ്ട് അവൈലബിൾ ആണ്, പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്, കാരണം വോളിയം ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ്. സോ ദേ വിൽ മൂവ്, ദ മൊബിലിറ്റി ഓഫ് അയോൺസ് ഇൻക്രീസസ്. കൂടുതൽ സ്പേസ്, കൊളൈഡ് ഒന്നും ചെയ്യില്ല, കൂടുതൽ ഒരുപാട് സ്പേസ് ഉണ്ട്, ആ സ്പേസിൽ കൂടെ ഇവർക്ക് എന്ത് ചെയ്യാം, ഓടി നടക്കാം. സോ റീസൺ ഈസ് ലാംഡ എം ഇൻക്രീസസ്, റീസൺ ഈസ് due to the increase in mobility. Mobility is the ability to move. Okay, mobility of ions with dilution. Dilute ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ mobility കൂടും. അപ്പോൾ for both strong and weak electrolytes, molar conductivity increases with increase in dilution, increases with decrease in concentration for both weak and strong electrolytes. For weak electrolytes, it is due to the increasing degree of dissociation with dilution. Okay, so lambda m increases. For strong electrolytes, they are already maximum ionized, maximum dissociated, and the increase in molar conductivity is due to the increase in mobility of ions. The same explanation suited for equivalent conductivity. ഞാൻ അത് വേറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇക്വാലന്റ് കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ മോളാർ കണ്ടക്ടിവിറ്റി പോലെ തന്നെയാണ്. നമ്പർ ഓഫ് മോൾസിന് പകരം നമ്പർ ഓഫ് ഗ്രാം ഇക്വാലൻസ് ആണ് എടുക്കുന്നത്, ലാംഡ ഇക്വാലന്റ്. അപ്പോൾ ലാംഡ ഇക്വാലന്റിന്റെ ഫോർമുല എന്താ? ലാംഡ കപ്പ ബൈ എൻ ആണ്. സോ ദാറ്റ്സ് ഓൾസോ ഈക്വൽ ടു കപ്പ ഇൻറ്റു വി തന്നെയാണ്. അപ്പോൾ ലാംഡ ഇക്വാലന്റ് ഓൾസോ ഇൻക്രീസസ് വിത്ത് ഡൈല്യൂഷൻ ആണ്. അത് എന്തുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ with dilution for weak electrolytes, and here due to the increase in mobility for strong electrolytes. The reason is same. Okay, അവിടെ പൊളാരിറ്റിക്ക് പകരം നോർമാലിറ്റി എടുത്തു എന്നുള്ള ഒരൊറ്റ ചേഞ്ചേ ഉള്ളൂ, ലാംഡ ഇക്വാലൻസ്. സോ ലെറ്റ്സ് സമ്മറൈസ്. വാട്ട് ഈസ് ദ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി? Conductivity always decreases with dilution. That is due to the decrease in number of current carrying ions per unit volume of electrolyte. And molar conductivity and equivalent conductivity increases both for strong and weak electrolytes. For weak electrolytes, it is due to the increase in degree of dissociation, and for strong electrolytes, it is due to the increase in mobility of ions in a large volume of solvent. അപ്പോൾ ഇവിടെ ഒരു എൻട്രൻസ് പോയിന്റ് ആണ്. അത് ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ ക്വസ്റ്റ്യൻ. നമ്മൾ H+ അല്ലെങ്കിൽ OH- ഉള്ള ഒരു അക്വ സൊല്യൂഷൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അക്വ സൊല്യൂഷൻ തന്നെയാണോ നിർബന്ധമില്ല. H+ അയോൺ ഇൻ എ സോൾവെൻറ്റ്. ദിസ് ഈസ് ഇൻ എൻ അക്വ സൊല്യൂഷൻ. അപ്പോൾ ആ H+ അയോൺ എടുക്കുമ്പോൾ ഇവിടെ H+ അയോൺ എടുത്തിട്ട് ഒരു H+ അയോണാണ് ആഡ് ചെയ്തത്. ദിസ് ഈസ് ഓൾ ആർ H2O മോളിക്യൂൾസ്. ആ H2O മോളിക്യൂളിൽ ഒരു H+ വന്നിട്ടുണ്ട്, ആൻഡ് ദിസ് ഈസ് H3O+. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജും ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ചാർജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അയോണുകളെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടക്ടിവിറ്റി ഒക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്, ബാക്കിയുള്ള അയോണുകൾ ഇപ്പോൾ Na+, Cl- പോലെയുള്ള അയോണുകളെ കമ്പയർ ചെയ്യുമ്പോൾ H+ അയോൺ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ H+ അയോൺ, അതായത് ഇവിടെ നെഗറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എന്താവും, ഇവിടെ ഇപ്പോൾ ഒരു മോൾ H+ അല്ലെങ്കിൽ ഒരു H+ അയോണാണ് ഇവിടെ ആഡ് ചെയ്തത്. അപ്പോൾ ഒരു H3O+ ഉണ്ടായിട്ടുണ്ട് ഓരോ ലെയറിലും. ഇവിടെ ഒരു ലെയറിൽ H3O+, ഇവിടെ ഒരു H3O+, ഇവിടെ ഒരു H3O+, ഇവിടെ ഒരു H3O+, അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ലെയർ നോക്കുക, ഒരു H3O+ ഉണ്ട്, ആ H+ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. കാരണം എന്താ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ഇത് H3O+ ആവും, ഇത് H2 ആവും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ ഇത് H3O+ ആവും, ഇത് H2 ആവും. പിന്നെ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും, ഇത് H3O+ ആവും. എന്ന് വെച്ചാൽ H+ അയോണ് കുറച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട്. അപ്പോൾ അബ്നോർമലി ഹൈ കണ്ടക്ടിവിറ്റിയാണ് H+ അയോണ്. അബ്നോർമലി ഹൈ കണ്ടക്ടിവിറ്റി. അപ്പോൾ നമ്മളുടെ ഹെഡിങ് തന്നെ അതാണ്, NCERT വ്യക്തമായി പറയാത്തതാണ്. abnormally high conductivity of H+, and also we'll discuss OH- ion. H+ ions ആണ് ഇപ്പോൾ പറയുന്നത്. ആ അബ്നോർമാലിറ്റിൻ്റെ കാരണം, in an electric field they migrate very faster than the other ions like this. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ നേരത്തെ കണ്ടക്ടിവിറ്റിൻ്റെ ഒരു കോളൊക്കെ എടുത്തപ്പം H+ അയോണിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കോളത്തിൽ NCERT കോളം നോക്കിയാൽ മതി. അപ്പോൾ അതേപോലെ ഇവിടെ ഇത് അടുത്ത സ്റ്റേജ് കാണിച്ചതാണ് ശരിക്കും. H3O+ ഇവിടെ എത്തി, അതിങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നു. ഓരോ H3O+ എന്ത് ചെയ്യും, മൈനസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും വെരി ഫാസ്റ്റർ, ആൻഡ് ഇറ്റ് ഈസ് എ സ്മോളർ അയോൺ ടു. ഓക്കെ, അതുകൊണ്ട് സ്മോളർ അയോൺ ആകുമ്പോൾ കൂടുതൽ ഹൈഡ്രേറ്റഡ് ആവുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ നെഗറ്റീവ് ചാർജ് കൊടുത്തപ്പം
ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു H3O പ്ലസ് ഉണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു H3O പ്ലസ് ഉണ്ടാവും. അപ്പോൾ ദേ മൂവ് ലിറ്റിൽ ഫാസ്റ്റർ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ് OH മൈനസിൻ്റെ മൈഗ്രേഷൻ. OH മൈനസിൻ്റെ മൈഗ്രേഷൻ ലെറ്റ്സ് ലുക്ക്. OH മൈനസ് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇതേപോലെ തന്നെ ദിസ് ഈസ് നെഗറ്റീവ് ആൻഡ് ദിസ് ഈസ് പോസിറ്റീവ്. ഓക്കെ, ഇവിടെ H2 ഉണ്ട്, ഇവിടെ H2 ഉണ്ട്, ഇവിടെ ഒരു OH മൈനസ് ഉണ്ട്, ഇവിടെ ഒരു OH മൈനസ്. അപ്പോൾ OH മൈനസ് എല്ലാം അങ്ങോട്ട് പോകുന്നത് ഇവിടെ നിന്ന് ഒരു H പ്ലസ് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായി? H2 ആയി. അപ്പോൾ ഇതെന്തായി? OH മൈനസ് ആയി. ആ OH മൈനസിലേക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു H പ്ലസ് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആക്ച്വലി OH മൈനസിൻ്റെ മൈഗ്രേഷൻ ആയിട്ട് പറയാം. H പ്ലസ് ആണ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് ഇതെന്താ? OH മൈനസ് പ്ലസ് H പ്ലസ് എന്താവും? H2 ആയിട്ട് മാറും. അപ്പോൾ എന്തായി? OH മൈനസ് ഇവിടേക്ക് വന്നു. പിന്നെ OH മൈനസ് ഇവിടെ എത്തും. അപ്പോൾ ഇത് H2 ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം OH മൈനസ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, H പ്ലസ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതും എന്താണ്? ലിറ്റിൽ ഫാസ്റ്റർ ആണ്. സോ അബ്നോർമലി ഹൈ കണ്ടക്ടിവിറ്റീസ് ഓഫ് H പ്ലസ് ആൻഡ് OH മൈനസ് അയോൺസ് ആണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ? ആൻഡ് ദാറ്റ് എക്സ്ട്രീംലി അബ്നോർമലി ഹൈ കണ്ടക്ടിവിറ്റീസ് ഈസ് ഡ്യൂ ടു ദ പ്രോട്ടോൺ ജംപ് ഫ്രം വൺ വാട്ടർ മോളിക്യൂൾ ടു ദ അതർ. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു NH3 ലിക്വിഡ് അമോണിയയിലേക്ക് ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം NH4 പ്ലസ്. ആ NH4 പ്ലസ്സിലേക്ക് എന്ത് ചെയ്യും? ഇപ്പുറത്തൊരു NH3 ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും ഒരു H പ്ലസ് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ അത് NH3 NH4 പ്ലസ്. ഇതേ ടൈപ്പ് ഇപ്പോൾ ഞാനിവിടെ എടുത്തത് വാട്ടർ, അതായത് അക്വസ് സൊല്യൂഷനാണ് എടുത്തത്. അത് സോൾവെൻ്റ് അമോണിയാണ് എടുത്തത്. അപ്പോൾ അമോണിയയിലേക്കാണ് അസിഡിക് സൊല്യൂഷൻ ആഡ് ചെയ്തത്, ഇവിടെ വാട്ടറിലേക്കാണ് H പ്ലസ് ആഡ് ചെയ്തത്. ഓക്കെ, ആ വ്യത്യാസം. അതേപോലെ വാട്ടറിലേക്കാണ് OH മൈനസ് ആഡ് ചെയ്തത്. അതേപോലെ തന്നെയാണ് NH4 പ്ലസ് NH2 മൈനസ്. OH ആഡ് ചെയ്താൽ NH2 മൈനസ്, ഒരു H പ്ലസിന് OH എടുത്തിട്ട് വാട്ടർ ആയിട്ടുണ്ടാവും, പ്ലസ് H2 എന്ന് വരും, പ്ലസ് H2. ഓക്കെ, അപ്പോൾ ആ NH2 മൈനസ് പുറത്ത് ഒരു NH3 ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് ഒരു H പ്ലസ് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതിവിടെ NH2 മൈനസ് ഉണ്ടാവും. അപ്പോൾ എക്സ്ട്രീംലി ഹൈ കണ്ടക്ടിവിറ്റീസ് ഓഫ് H പ്ലസ് അയോൺ ഇൻ സോൾവെൻറ്റ്സ്, obviously in water, ammonia, etc. is due to the proton jump from one molecule to the other. ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, they have extremely high conductivities than other ions. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തിട്ട്, suppose we have electrolyte here, അതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ HCl or NaCl. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 1 മോൾ NaCl 1 ലിറ്റർ സൊല്യൂഷനകത്തുണ്ടെന്ന് വിചാരിക്കാം. നമ്മളിത് ഡൈല്യൂട്ട് ചെയ്യണം. വി ആർ ആഡിങ് മോർ സോൾവെൻറ്റ് ടു ദിസ്. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പൻ ടു കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. വാട്ട് വിൽ ഹാപ്പൻ ടു മോളാർ കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റി ഡിക്രീസസ്. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ഇക്വാലന്റ് കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് ഫോർ ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. അറിയാലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഡൈല്യൂഷൻ കണ്ടിന്യൂ ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. വാട്ടർ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സൊല്യൂട്ട് അവിടെ കോൺസ്റ്റൻറ്റ് തന്നെയാണ്. അപ്പോൾ എന്താവും? കണ്ടക്ടിവിറ്റി വിൽ ഡിക്രീസ്. അങ്ങനെ എന്താവും? നെഗ്ലിജിബിൾ ആയിട്ട് പോകും. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആയിട്ട് പോകും. അപ്പോൾ ഡൈല്യൂഷൻ ഇഫ് ഇറ്റ് ഈസ് ടു ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് കോൾഡ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലേക്ക് പോവുകയാണെങ്കിൽ, ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? കോൺസെൻട്രേഷൻ ടെൻസ് ടു 0 ആണ്. കാരണം അത്രയും ഡൈല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി, വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് ഇസ് എ തിയററ്റിക്കൽ കോൺസെപ്റ്റ്, മോളാർ കണ്ടക്ടിവിറ്റി വിൽ ഇൻക്രീസ് ഇൻഫിനിറ്റ്ലി, അത്രയും കൂടും. ആ സമയത്തുള്ള മോളാർ കണ്ടക്ടിവിറ്റിനെ പറയുന്ന പേരാണ് λ0m. ദാറ്റ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. Limiting molar conductivity is the molar conductivity at infinite dilution. If you are infinitely diluting an electrolyte, then the molar conductivity is called limiting molar conductivity. A similar term, limiting equivalent conductivity, നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ. സോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, λm C tends to 0, then that is λ0m. ഓക്കെ, λmൽ കോൺസെൻട്രേഷൻ
Concentration 0 ആകുമ്പോൾ tends to 0 ആകുമ്പോൾ that is called limiting molar conductivity. It is the molar conductivity at infinite dilution. അപ്പോൾ നമ്മളിവിടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുത്തു. ദാറ്റ് ഈസ് ലാംഡ 0 m ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എന്താണ് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈല്യൂഷൻ? മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. അപ്പോൾ ലാംഡ 0 m എന്ന് പറയുന്നത് വലിയൊരു വാല്യൂ ആയിരിക്കും. കാരണം കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാണ്, ഡൈല്യൂട്ട് ചെയ്യാണ് ഇൻഫിനിറ്റിയിലേക്ക്. അപ്പോൾ ലാംഡ 0 m വളരെ കൂടും. അപ്പോൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ഇത് ഒബേ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓൺലി ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ലാംഡ m is related to lambda 0 m. Lambda m is equal to lambda 0 m minus AC raised to half. AC raised to half. ഇതിങ്ങനെ എഴുതാം. Lambda m is equal to lambda 0 m minus A root C. Okay. Where lambda m is molar conductivity, lambda m is molar conductivity, lambda 0 m is limiting molar conductivity, C is concentration of electrolyte, പിന്നെ അവിടെ ഒരു unknown quantity ഉണ്ട്, that is A. A is a constant. A is a constant depends on temperature and type of solvent. Type of solvent means charges on cation and anion എന്നാണ് മീനിങ്. കാറ്റയോണിൻ്റെയും ആനിയോണിൻ്റെയും ചാർജ് അനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് എ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ടേക്കിംഗ് NaCl, CaCl2, AlCl3, 3 ഇലക്ട്രോലൈറ്റുകൾ അക്വ സൊല്യൂഷനിൽ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് പറയാം ഇറ്റ് ഈസ് 1-1 ടൈപ്പ്. കാരണം ദിസ് ഈസ് +1, ദിസ് ഈസ് -1. ഓക്കെ, ദിസ് ഈസ് 2-1 ടൈപ്പ്. കാരണം എന്താ? ദിസ് ഈസ് +2, ദിസ് ഈസ് -1. ദിസ് ഈസ് +3, ദിസ് ഈസ് -1, ദാറ്റ് ഈസ് 3-1 ടൈപ്പ്. അപ്പോൾ എല്ലാ 1-1 ടൈപ്പിനും എ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എല്ലാ 2-1 ടൈപ്പിനും എ വേറൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എല്ലാ 3-1 ടൈപ്പിനും എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ NaCl-നും KCl-നും എന്തായിരിക്കും? സെയിം ആയിരിക്കും. CaCl2-നും MgCl2-നും എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 1-1 ടൈപ്പിന്, അതായത് ഡിപ്പെൻഡ്സ് ഓൺ ദ ചാർജസ് ഓൺ ദ ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടിയത് എനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. അത് നോട്ട് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ബാക്ക് ദ ഇക്വേഷൻ. എന്തായിരുന്നു ഇക്വേഷൻ? ലാംഡ m is equal to lambda 0 m minus AC raised to half. ഇവിടെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് മാത്രം നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എടുത്തിട്ട് ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ ലാംഡ m is equal to lambda, this is of the form y is equal to mx plus c. ഇവിടെ y axis എന്താ? y axis is lambda m, molar conductivity, and x axis ഇവിടെ ഇതാണ് എന്ത്? mx. this is plus c. ഇങ്ങനെയാണ് വരുന്നത്. തിരിച്ചെഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് y is equal to x axis is equal to √c, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? c raised to half. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് x ആക്സിസിൻ്റെ കൂടെ ഉള്ളത് m ഏതാ? a മൈനസ് എ ആണ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് മൈനസ് ആണ്. ഓക്കെ, ആൻഡ് y ഇൻ്റർസെപ്റ്റ് ഏതാ? ദാറ്റ്സ് ഈക്വൽ ടു ലാംഡ 0 m. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ by taking lambda m along y axis and √c or c raised to half along x axis, we'll get a straight line with a negative slope. നമുക്ക് കിട്ടുക ഒരു നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതിനെ നിങ്ങൾ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടേക്ക് y ആക്സിസിലേക്ക് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇത്രയും ഡിസ്റ്റൻസ്, ആ ഒരു പോയിൻ്റാണ് ലാംഡ 0 m, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, y ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ട്. ദാറ്റ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -a ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും വി ക്യാൻ കാൽക്കുലേറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി.
But this equation that is used to calculate, that explains the variation of molar conductivity and limiting molar conductivity with the concentration, and that also explains the relationship between molar conductivity and limiting molar conductivity, and it helps to calculate the limiting molar conductivity. This equation is called Debye-Huckel-Onsager, 3 scientist equation. So this is Debye-Huckel-Onsager equation that relates molar conductivity and limiting molar conductivity and the concentration of solution. നമ്മൾ ഈ ഗ്രാഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, കാരണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് ഇത് ഒബേ ചെയ്യുന്നുണ്ട്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് എടുത്തിട്ട് ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കാണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇതിൻ്റെ ലാംഡ എം ഇവിടെ ചെയ്തു, എന്നിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ റൂട്ട് ഇവിടെ എടുത്തു. പക്ഷെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടത്തില്ല, നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു ഗ്രാഫാണ്. കാരണം വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളിവിടെ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ടു ഇൻഫിനിറ്റി. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു y ഇന്റർസെപ്റ്റ് കിട്ടുന്നില്ല. സോ ദിസ് ഇക്വേഷൻ കനോട്ട് ബി യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് λ0 m ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് ഇവിടെ എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ എന്ത് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ആ വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേറെ മെത്തേഡ് വേണം. ഓക്കെ, ഈ ഗ്രാഫിനെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ഞാനിപ്പോൾ വരച്ച ഗ്രാഫാണത്. അപ്പോൾ അവിടെ 2 എക്സാമ്പിൾ വെച്ചിട്ടാണ് കൊടുത്തത്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. അപ്പോൾ ഇവിടെ ദിസ് ഈസ് KCl സൊല്യൂഷൻ, ഇറ്റ് ഈസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എന്താണ് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് അസറ്റിക് ആസിഡ് നിങ്ങൾ നോക്കി ഇങ്ങനെയാണ് പോകുന്നത്, അത് എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ ഇങ്ങനെ ഇങ്ങോട്ടാണ് പോവുക. സോ ഫോർ ദിസ് ഇക്വേഷൻ ദാറ്റ് ഈസ് Debye-Huckel-Onsager equation, lambda m is equal to λ0 m minus AC raised to half എന്ന് പറയുന്ന equation that holds good only for strong electrolytes. For weak electrolytes നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ we are getting a curve with a negative slope. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് λ0 m cannot be calculated. Limiting molar conductivity cannot be calculated from this equation. മനസ്സിലായില്ലേ? അപ്പോൾ λ0 m വീക്ക് ഇലക്ട്രോലൈറ്റ്സിനും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ദാറ്റ് ഈസ് കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് ഇത് പറയുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാനൊരു NaCl എടുക്കുകയാണ്. ഐ എം കാൽക്കുലേറ്റിംഗ് ദ λ0, നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. Debye-Huckel-Onsager ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ λ0 m ഓഫ് NaCl എന്ന് വെച്ചാൽ NaCl ഡിസോസിയേറ്റ് ചെയ്താൽ എന്തൊക്കെ ഉണ്ടാവും, അതിൽ അയോണ് Na+ ഫ്രീ അയോൺ ഉണ്ടാവും, Cl- ഫ്രീ അയോൺ ഉണ്ടാവും. ദിസ് ഈസ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ ഇതിനൊരു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആയതുകൊണ്ട് അത് നമ്മൾ സ്മോൾ ലെറ്റർ λ0 കൊടുക്കും. ഓക്കെ, ഇതിൻ്റെത് സ്മോൾ ലെറ്റർ λ0, ഇതിൻ്റെത് ക്യാപിറ്റൽ ലെറ്റർ λ0 m എന്ന് കൊടുക്കും. ഇവിടെ വേണമെങ്കിൽ m എന്ന് കൊടുക്കാം, λ0 എന്ന് കൊടുത്താലും മതി. ദാറ്റ് ഈസ് λ0 ഓഫ് Na പ്ലസ് λ0 ഓഫ് Cl-. ഇതാണ് സിംപ്ലി കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ബാക്കിയെല്ലാം ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ദാറ്റ് മീൻസ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ്, ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് is the sum of their individual contribution from the ions. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിനകത്തുള്ള അയോണുകളുടെ ഇൻഡിവിജ്വൽ മോളാർ കണ്ടക്ടിവിറ്റീസിൻ്റെ സമ്മാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരാളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ λ0 ഓഫ് Na+ൻ്റെത് കിട്ടണം. അത് ഈ ഇലക്ട്രോലൈറ്റിൽ നിന്ന് തന്നെ കിട്ടണമെന്നില്ല, നമുക്ക് വേറെ ഇലക്ട്രോലൈറ്റിൽ നിന്ന് എടുത്താലും മതി. ഇപ്പോൾ CH3COO Naയിൽ നിന്ന് കിട്ടിയാലും മതി, കാരണം ദിസ് വിൽ പ്രൊഡ്യൂസ് CH3COO- Na+. ഓക്കെ, Cl- കിട്ടണമെങ്കിൽ NaCl തന്നെ കിട്ടണമെന്നില്ല, KCl കിട്ടിയാലും മതി. കാരണം എന്താ, ഈ Cl- എന്താണോ അത് തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്. The limiting molar conductivity of an electrolyte is the sum of their individual contribution from the constituent ions. Individual contribution of molar conductivities from the constituent ions. Okay, അപ്പോൾ constituent അയോണുകളുടെ individual molar conductivitiesൻ്റെ sum ആണ് total molar conductivity of the electrolyte എന്ന് പറയുന്നത്. Okay, that is
Coloratius law of independent migration of ions. അത് നമുക്ക് generally represent ചെയ്യുകയാണെങ്കിൽ for example, lambda 0 m of AXBY എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടെങ്കിൽ according to Coloratius law that is equal to x number of A ഉണ്ട്. അപ്പോൾ x number of lambda 0 of A ഇവിടെ നിങ്ങളിപ്പം MgCl2 എന്നാണ് എടുക്കുന്നതെങ്കിൽ MgCl2 ഇതിൻ്റെത് 2+ ഇതിൻ്റെത് -1 ആണ്. അപ്പോൾ Mgക്ക് Clന് ഇവിടെ +2 ഇവിടെ -1 ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് MgCl2 എന്ന് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്പർ ഇതിൻ്റെ ചാർജാണ്, ഇതിൻ്റെ നമ്പർ ഇതിൻ്റെ ചാർജാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ചാർജ് ഇതിൻ്റെ നമ്പറാണ്, ഇതിൻ്റെ ചാർജ് ഇതിൻ്റെ നമ്പറാണ്. അപ്പോൾ ഇവിടെ എക്സ് നമ്പർ ഓഫ് എ ഉണ്ട്. അപ്പോൾ എൻ്റെ ചാർജ് എന്തായിരിക്കും? y+, ആദ്യം ക്യാച്ച് ചെയ്യണം, പ്ലസ് y നമ്പർ ഓഫ് ലാംഡ 0 ബി എന്തായിരിക്കും? x മൈനസ്. ഫോർ എക്സാമ്പിൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ ലാംഡ 0 m ഓഫ് NaCl is equal to എന്താ പറയുക? അവിടെ ഒരു NA ഉള്ളൂ, അപ്പോൾ ലാംഡ 0 ഓഫ് Na പ്ലസ്, അവിടെ 1 ആണ് Clൻ്റെ നമ്പർ, അതുകൊണ്ട് NAക്ക് പ്ലസ്, NAൻ്റെ നമ്പർ 1 ആണ്, അതുകൊണ്ട് Clന് മൈനസ്, 1 മൈനസ്, ആദ്യത്തെ പ്ലസ് പിന്നത്തെ മൈനസ്. ഫോർ അതർ എക്സാമ്പിൾ ലാംഡ 0 m ഓഫ് CaCl2 is equal to ലാംഡ 0 ഓഫ് Ca2 പ്ലസ്, ഓക്കെ ഒരു Ca ഉള്ളൂ, പ്ലസ് 2 ലാംഡ 0 ഓഫ് Cl മൈനസ്. മനസ്സിലായില്ലേ? CaCl2നെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്താൽ CaCl2 is equal to +2 -1 × 2 ആണ്. അപ്പോൾ ഇതിന് -1, ഇതിന് +2, അതാണ് Ca2 പ്ലസ്. മറ്റേത് 2 Cl2 മൈനസ് ഉണ്ട്, Cl മൈനസ് ഉണ്ട്, അവിടെ 2 × സോ that is the mathematical expression for Coloratius law. And let's look into a problem. Okay, problem ഇവിടെ ഉണ്ട്. This is the problem in your NCERT. ഇവിടെ this is E0m എന്ന് കൊടുത്ത് ലാംഡ 0m ആണ് ചിലടുത്ത്. E0m or lambda 0m for NaCl, HCl and NaAC. NaAC are 126.4, 425.9 and 91 Siemens centimeter square mole inverse respectively. Calculate lambda 0 for HAC. Limiting molar conductivity. What is this HAC, NaAC? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. For example, if you are taking an acetic acid, CH3COH, that is dissociated to CH3COO minus plus H plus. Okay. അപ്പോൾ ഇതിനെയാണ് AC മൈനസ് എന്ന് പറയുന്നത്, ഇതിനെയാണ് H പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? HAC ആണ്. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ മാത്രമാണ് ആദ്യം ആനയോൺ എഴുതുന്നത്. ഇനോർഗാനിക് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ NaCl പ്ലസ് പിന്നെ മൈനസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? കാർബണിനെ മെൻഷൻ ചെയ്യുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ കാർബണിന് പ്രൈം ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അത് റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ CH3COONA എന്നായിരുന്നത്, COO മൈനസ് കാറ്റയോൺ രണ്ടാമതായിരുന്നത്. അപ്പോൾ CH3COO മൈനസ് പ്ലസ് Na പ്ലസ് ആണ്. പക്ഷേ നമ്മളത് അബ്രീവിയേഷൻ, അസറ്റേറ്റ് എന്നുള്ളതിൻ്റെ അബ്രീവിയേഷൻ ആണത്. അബ്രീവിയേഷൻ എടുക്കുമ്പോൾ അവിടെ കാർബൺ അവിടെ പോയി. അപ്പോൾ പിന്നെ ഇമ്പോർട്ടൻസ് ആർക്ക് തന്നെയാണ്? കാറ്റയോൺ HAC, H പ്ലസ് AC. ഈ ഗീവ്സ് AC മൈനസ് പ്ലസ് H പ്ലസ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് AC മൈനസ് അസറ്റേറ്റ്, ഇത് Na പ്ലസ്. അപ്പോൾ ഇതെന്താ? ആദ്യ ആനയോൺ ചെയ്താൽ ആദ്യ കാറ്റയോൺ ചെയ്താൽ NaAC. അപ്പോൾ സോഡിയം അസറ്റേറ്റ് ആണ്, AC ഈസ് അസറ്റേറ്റ്, NaAC സോഡിയം അസറ്റേറ്റ്, HAC അസറ്റിക് ആസിഡ്. ഓക്കെ, ഓക്കെ. ഇനി നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ലാംഡ 0 m ഓഫ് NaCl is given. Lambda 0 m of NaCl is 126.4 Siemens centimeter square mole inverse എന്ന് തന്നിട്ടുണ്ട്. Lambda 0 m of HCl is equal to എത്രയാ? 425.9 Siemens centimeter square mole inverse. Lambda 0 m of NaAC is equal to 91
Siemens centimeter square mole inverse. അങ്ങനെയാണെങ്കിൽ lambda 0 m of HAC എന്നാണ് question. And this is the application of what? This is the application of Kohlrausch's law. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് lambda 0 NaCl എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നത് lambda 0 m of NaCl. അതവിടെ നിൽക്കട്ടെ. Lambda 0 m of NaCl. Lambda 0 m of NaCl according to Kohlrausch's law that is equal to lambda 0 of Na plus lambda 0 of Cl minus. Okay, അതിനൊരു വാല്യൂ ഉണ്ട്, ദാറ്റ്സ് ഇസ് ഈക്വൽ ടു എത്രയാണ് 126.4 Siemens centimeter square mole inverse എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി lambda 0 m of HCl, lambda 0 m of HCl is equal to lambda 0 of H plus lambda 0 of Cl minus, and that is equal to 425.9 എന്ന് കൊടുത്തിട്ടുണ്ട്. lambda 0 m of NaAC, sodium acetate, is equal to lambda 0 of Na plus lambda 0 of AC minus, acetate എന്നുള്ള അങ്ങനെ എഴുതിയാൽ മതി, and that is equal to 91. And we should calculate lambda 0 m of HAC. HAC is equal to lambda 0 of H plus lambda 0 of AC minus. This is what? ഇതാണ് നമ്മളുടെ കൺസേൺ, ഇതാണ് നമ്മളുടെ പ്രോബ്ലം. ഓക്കെ, ഇനി ആ ഏരിയ നമുക്ക് വേണമെന്നില്ല, എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ വേണ്ടത് H പ്ലസ് വേണം. വി നീഡ് H പ്ലസ് വേണം. H പ്ലസ് എവിടെ ഉണ്ട്? നമുക്കിത് വേണം. അപ്പോൾ ഈ ഇക്വേഷനെ ആഡ് ചെയ്തേ പറ്റൂ. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി വേണ്ടത് AC മൈനസ് വേണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 3നെയും ആഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ H പ്ലസിനെയും AC മൈനസിനെയും ആഡ് ചെയ്ത് കിട്ടുമ്പോൾ അഡീഷണലി അതിൻ്റെ കൂട്ടത്തിൽ ഒരു Cl മൈനസും ഒരു Na പ്ലസും വരുന്നുണ്ട്. അപ്പോൾ അതിനെ സബ്സ്ട്രാക്ട് ചെയ്യാൻ ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ അങ്ങനെ തരും. അപ്പോൾ ഞാനിവിടെ ചെയ്യാണ് ഇക്വേഷൻ നമ്പർ 2 പ്ലസ് 3 മൈനസ് 1. മൈനസ് 1 എന്ന് വെച്ചാൽ എന്താ? അത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും. ഗീവ്സ് എന്താ വരിക? എന്തൊക്കെ വരും? നമ്മൾ ഇതിനെ ആഡ് ചെയ്യുന്നു, അതായത് ഈ സൈഡ് ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം ആഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇത് ആഡ് ചെയ്യുന്നു വെച്ചാൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആളുകൾ ആഡ് ചെയ്താൽ മതി. lambda 0 ഓഫ് 2 പ്ലസ് ആണ്. അപ്പോൾ 2 lambda 0 ഓഫ് H പ്ലസ് 3 2 പ്ലസ് lambda 0 ഓഫ് Cl മൈനസ് പ്ലസ് 3 ഏതാ? lambda 0 ഓഫ് Na പ്ലസ് lambda 0 ഓഫ് AC മൈനസ് എന്താ? lambda 0 ഓഫ് Na പ്ലസ് മൈനസ് lambda 0 ഓഫ് Cl മൈനസ്, മൈനസ് ഓഫ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഈക്വൽ ടു ഇവിടെ Cl മൈനസ് ഉണ്ട്, മൈനസ് Cl മൈനസ് ഉണ്ട്, Na പ്ലസ് ഉണ്ട്, മൈനസ് Na പ്ലസ് ഉണ്ട്. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു lambda 0 ഓഫ് H പ്ലസ് lambda 0 ഓഫ് AC മൈനസ്, ദാറ്റ്സ് ഇസ് ഈക്വൽ ടു lambda 0 m ഓഫ് HAC. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 പ്ലസ് 3 മൈനസ് 1 ചെയ്തപ്പോൾ ആണ് നമുക്ക് lambda 0 ഓഫ് HAC കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വാല്യൂസും അതേപോലെ ചെയ്യണ്ടേ? 2 എത്രയാ? 425.9 പ്ലസ് 3 എത്രയാ? 91 മൈനസ് എത്രയാ? 126.4. അതിൻ്റെ വാല്യൂസും അതേപോലെ ചെയ്യാം. അപ്പോൾ ദിസ് യു വിൽ ഗെറ്റ് ദ ആൻസർ. ചെയ്ത് നോക്കാം. സോ ഫൈനലി യു വിൽ ഗെറ്റ് ദ ആൻസർ. നമുക്കിങ്ങനെ എടുത്ത് എഴുതാം. lambda 0 m ഓഫ് HAC is equal to, ഇത് ചെയ്താൽ യു വിൽ ഗെറ്റ് 390.5 Siemens centimeter square mole inverse. സെൻറ്റിമീറ്റർ സ്ക്വയറിലല്ലേ ക്വസ്റ്റ്യൻസ് തന്നത്? ക്വസ്റ്റ്യൻസ് തന്ന സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ്. സോ യു വിൽ ഗെറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് നമ്മൾ ഇവരെ ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇത് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വാല്യൂസും അതേപോലെ തന്നെ ചെയ്യണം. ഓക്കെ, ലൈക്ക് എസ് എസ് ലോയിൽ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. ദ എൻതാൽപ്പി ചേഞ്ച് ഇസ് സെയിം വെദർ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ എൻതാൽപ്പി ചേഞ്ചസ് നമ്മൾ ബോൺ ഹേബർ സൈക്കിളൊക്കെ കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് ചെയ്ത പോലെയുള്ളൊരു കാൽക്കുലേഷൻ, നോട്ട് ദാറ്റ്. അതേപോലെ എന്താണ് എനർജി വാല്യൂസും എന്താണോ ഇവിടെ ചെയ്യുന്നത്, ഇക്വേഷൻ പാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ എനർജി വാല്യൂസിനും സെയിം ഓപ്പറേഷൻസ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ആൻഡ് ലുക്ക്, നിങ്ങൾക്കറിയാം
ഇപ്പോൾ ഇവിടെ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ പിന്നെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ വി ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അറിയാലോ, ആൽഫ. Degree of dissociation is alpha. Alpha is related to molar conductivity and limiting molar conductivity like lambda m divided by lambda 0 m ആണ്. This is the direct relation ആണ് lambda m. അതേപോലെ lambda alpha is equal to lambda equivalent, that is equivalent conductivity and limiting equivalent conductivity. Molarity को अगर normality आकियाल अदल्ला मंदाई equivalent conductivity आई. Okay. So that is the equation for degree of dissociation. ആ degree of dissociationൻ്റെ കൂടെ വരുന്ന ഒരു ടേം ആണ് dissociation constant for acids. Dissociation constant. നമ്മൾ ആസിഡിനാണെങ്കിൽ അതിന് Ka എന്ന് പറയും. ആസിഡിനാണ് Ka, ബേസിനാണെങ്കിൽ Kb എന്ന് പറയും. Dissociation constant Ka is equal to, ഡിറൈവ് ചെയ്യാനൊന്നും പോകുന്നില്ല, C alpha square divided by 1 minus alpha ആണ്. C alpha square divided by 1 minus alpha. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? C into Ka is equal to C into alpha, that is lambda m square divided by lambda 0 m square divided by 1 minus alpha, 1 minus lambda m divided by lambda 0 m. അതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. That's equal to C into lambda m square divided by lambda 0 m square all divided by, ഇതിനെ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, lambda 0 m minus lambda m divided by lambda 0 m. അപ്പോൾ lambda 0 m square. Okay, finally you will get C into lambda m square divided by, ഇതിങ്ങനെ അങ്ങോട്ടേക്ക് വരും, lambda 0 m into lambda 0 m minus lambda m. This is the value of what? Ka is equal to acid dissociation constant or base dissociation constant. Kb is equal to C, അത് ബേസിൻ്റെതാണെങ്കിൽ Kb വരും. That's it. Ka or Kb is equal to C lambda m square divided by lambda 0 m into lambda 0 m minus lambda m. That is the equation to find out the dissociation constant. നമ്മളൊരു റിലേറ്റഡ് ടേം കൂടി പറയുകയാണ്. ദിസ് ഈസ് ഓൺലി ഫോർ നീറ്റ് ആൻഡ് JEE എക്സാംസ്. കാൽക്കുലേഷൻ ഓഫ് solubility and solubility S ആണ് കൊടുക്കുക, and solubility product. This is related to equilibrium. Solubility product KSP of sparingly soluble salts. ഓർമ്മ ഉണ്ടോ അതൊക്കെ? നമ്മൾ സൊല്യൂബിലിറ്റീനെ, അത് സൊല്യൂഷൻ ചാപ്റ്ററിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സൊല്യൂബിലിറ്റീനെ 3 റേഞ്ചസ് പറയാറുണ്ട്. ഇപ്പോൾ ഒരാൾ സൊല്യൂബിൾ എന്ന് പറയണമെങ്കിൽ solubility should be greater than 0.1 മോളാർ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു ലിറ്റർ സൊല്യൂഷൻ എടുക്കുമ്പോൾ 0.1 മോളെങ്കിലും അതിൽ സൊല്യൂബിൾ ആയെങ്കിൽ മാത്രമേ സൊല്യൂബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. If the solubility is less than 0.01 molar, 0.01 mol പോലും ഒരു ലിറ്ററിൽ ലയിക്കുന്നില്ലെങ്കിൽ that is called sparingly soluble. It is not insoluble. Okay, sparingly soluble. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണെങ്കിൽ എന്താ പറയുക, that is slightly soluble എന്ന് വെച്ചാൽ between 0.01 and 0.1. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്പാരിംഗ്ലി സൊല്യൂബിളിനകത്ത് കോൺസെൻട്രേഷൻ വളരെ വളരെ കുറവാണ്. ലൈക്ക് അവർ കോൺസെൻട്രേഷൻ വളരെ അതായത് ഡിസോൾവ് ചെയ്തിരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്, അത്രയും കുറവാണ്, ഇൻസൊല്യൂബിളിൻ്റെ അടുത്താണ്. എന്ന് വെച്ചാൽ ഏത് കേസ് പോലെയാണ്? ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ പോലെയാണ്. ഇൻഫിനിറ്റ്ലി ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ടെൻസ് ടു 0 അല്ലേ? ഇത് ഓൾസോ സൊല്യൂബിലിറ്റി ലെസ് ദാൻ 0.01 ആണ്. ആ കേസിൽ നമ്മൾ ഇക്വിലിബ്രിയം പഠിച്ചിട്ടുണ്ട്, കോൺസെൻട്രേഷന് പകരം എടുക്കുക സൊല്യൂബിലിറ്റിയാണ്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, കോൺസെൻട്രേഷൻ ഈസ് ടേക്കൺ ആസ് സൊല്യൂബിലിറ്റി. എത്രത്തോളം സൊല്യൂബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കോൺസെൻട്രേഷൻ ആയിട്ട് എടുക്കുക, സൊല്യൂബിലിറ്റി. ഓക്കെ, മോളാർ സൊല്യൂബിലിറ്റി എന്നൊക്കെ പറയും. കോൺസെൻട്രേഷൻ ഈസ് ടേക്കൺ ആസ് സൊല്യൂബിലിറ്റി.
അത് ഞാൻ ആ ഒരു ഏരിയ KSPൻ്റെ ഏരിയ ഒന്ന് പറയാം. അതിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ലാംഡ എം ഇൻ വിച്ച് C ടെൻസ് ടു 0 ആയാൽ അത് ലാംഡ 0 m ആയി. അപ്പോൾ ലാംഡ എമ്മിൻ്റെ ഇക്വേഷൻ എന്താ? കാപ്പ ബൈ C ആണ്. അപ്പോൾ ഇവിടെ കാപ്പ ബൈ S. എന്താണോ അതിൻ്റെ സൊല്യൂബിലിറ്റി ദാറ്റ് ഈസ് ടേക്കൺ ആസ് ദ കോൺസെൻട്രേഷൻ. കാപ്പ ബൈ എസ് ഇൻറ്റു 1000 വേണോ ഡിവൈഡ് ബൈ 1000 വേണോ എന്നുള്ളതൊക്കെ യൂണിറ്റ് നോക്കി തീരുമാനിച്ചാൽ മതി. S എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മോളാർ സൊല്യൂബിലിറ്റി. എത്ര മോള് സൊല്യൂബിൾ ആയിട്ടുണ്ട് അത് തന്നെയാണ് കോൺസെൻട്രേഷൻ, മോളാർ സൊല്യൂബിലിറ്റി. ആൻഡ് ദ യൂണിറ്റ് ഈസ് മോൾ പെർ ലിറ്റർ. ലിറ്ററിന് വേണമെങ്കിൽ മീറ്റർ ക്യൂബിലേക്ക് മാറ്റാം. സിംപ്ലി അത് തന്നെയാണ് മോളാർ സൊല്യൂബിലിറ്റി ഇറ്റ് ഈസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞു കൊടുക്കും. സോ ലാംഡ 0 m is equal to കപ്പ ബൈ എസ് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഏരിയ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ട് അല്ലെങ്കിൽ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ട് എടുക്കുകയാണ്. BaSO4 സോളിഡ് ഇറ്റ് ഡിസോസിയേറ്റഡ് ടു Ba2 പ്ലസ് SO4 2-. അപ്പോൾ നമ്മളിവിടെ KSP എഴുതു. KSP ദാറ്റ് ഈസ് കോൾഡ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ്. ഇത് സോളിഡാണ്, ഇത് അക്വസ് ആണ്. കാരണം ഇതിൻ്റെ മോസ്റ്റ് ഓഫ് ദ പാർട്ട് സോളിഡ് ആയിട്ടുള്ളത്. കുറച്ച് ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? അക്വസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് ഭാഗം മാത്രം ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ടിൻ്റെ ഏരിയ ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ വരിക? ഇക്വിലിബ്രിയം ഇക്വേഷൻ അനുസരിച്ച് കോൺസെൻട്രേഷൻ ഓഫ് Ba2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SO4 2-. എൻഡ് ഓഫ് ദ ചാപ്റ്ററിലുണ്ട് SO4 2- ഡിവൈഡഡ് ബൈ BaSO4 ഉണ്ട്. പക്ഷേ ദാറ്റ് ഈസ് ഫോർ സോളിഡ്സ് ദ കോൺസെൻട്രേഷൻ ഈസ് ടേക്കൺ ആസ് യൂണിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ഒരു അയോണ് ആര് എന്നുള്ളത് പ്രശ്നമല്ല. ഒരു അയോൺ അവിടെ ഡിസോൾവ് ചെയ്താൽ നമ്മൾ ഒരു S എന്ന് കൊടുക്കും. അതിൻ്റെ അർത്ഥം ഒരു മോള് സൊല്യൂബിൾ ആയിട്ടുണ്ട്. മോളാർ സൊല്യൂബിലിറ്റി 1 ആണെന്നാണ് അർത്ഥം. അതേപോലെ ഒരു SO4 2- സൊല്യൂബിൾ ആയാൽ നമ്മളവിടെ ഒരു S എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതും S ആണ്, ഇതും S ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? S × S. അവിടുത്തെ മോളാർ കോൺസെൻട്രേഷനെയാണ് നമ്മൾ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത്. സോ S². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? S is equal to √KSP എന്ന് കിട്ടും. ഇതാണ് സൊല്യൂബിലിറ്റിയും സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻ. അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, എല്ലാ കേസിലും KSP is equal to S² കിട്ടൂല. നമുക്ക് വേറൊരു സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ടും സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെയും ഒരേ തിയറിയാണ്. ഇഫ് യു ആർ ടേക്കിംഗ് ബേരിയം ക്ലോറൈഡ് ഇറ്റ് ഫോംസ് Ba2 പ്ലസ് 2Cl-. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് KSP is equal to സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഇവിടെ സോളിഡ് എടുക്കുക. കോൺസെൻട്രേഷൻ ഓഫ് Ba2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl- 2. ഓക്കെ, അപ്പോൾ ഇത് S, ഇത് 2S. അവിടെ 2 C. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് Cl- പ്ലസ് Cl- എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് S ഇൻറ്റു ദിസ് ഇസ് 2S ദ സ്ക്വയർ. ഇവിടെ എന്താണോ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻ അത് തന്നെ പവറായിട്ട് വരും. ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ എന്താ വരിക? 4S³. അപ്പോൾ എന്താ വരിക? Therefore S is equal to KSP divided by 4 all raised to 1/3. അങ്ങനെ ഓരോ കേസിലും നമ്മൾ KSP വേറെ വേറെ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ? That's all for this session. And we have only one topic remaining in this chapter, that is batteries. We have to study different types of batteries or cells. That includes primary battery, secondary cells, also fuel cells, etc. And also we'll discuss the electrochemical theory of corrosion also. Okay, till that you study well. Thank you.